The diaspora. റോജേഴ്സ് ബ്രൂബേക്കറിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ദ ഡയസ്പോറ. ഈ ഒരു വർക്കിൽ ബ്രൂബേക്കർ എക്സാമിൻ ചെയ്യുന്നത് how the term diaspora has itself expanded in meaning over time. Over time, diaspora എന്നുള്ള ടേം മീനിങ്ങിൽ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത് എന്നാണ് ബ്രൂബേക്കർ ഈ ഒരു വർക്കിലൂടെ പറയാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. He questions whether the term is being used too broadly. ഈ ഒരു ഡയസ്പോറ എന്നുള്ള ടേമിനെ ടു ബ്രോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ. The next question, what happens when almost every form of migration is labeled as diaspora? Migration almost every form label diaspora ആയിട്ട് ലേബൽ ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നത്. റോജേഴ്സ് ബ്രൂബേക്കർ ഒരു സോഷ്യോളജിസ്റ്റ് ആണ്, നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ഐഡന്റിറ്റി, നാഷണലിസം, മൈഗ്രേഷൻ, നാഷണലിസം, ഐഡന്റിറ്റി പോലുള്ള കൺസെപ്റ്റിനെ പുറത്തുള്ള വർക്ക്സിലാണ് റോജേഴ്സ് ബ്രൂബേക്കർ ഫേമസ് ആയിട്ടുള്ളത്. In this essay, he critically examines how the concept of diaspora is used in academic discussions. Academic discussions-ൽ the term diaspora എങ്ങനെയാണ് യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാണ് ഈ ഒരു എസ്സേയിൽ റോജേഴ്സ് ബ്രൂബേക്കർ ചെയ്യുന്നത്. Rather than rejecting the idea, he aims to refine and clarify its meaning. ഈ ഒരു ഐഡിയയെ റിജക്ട് ചെയ്യുന്നതിന് പകരം he aims to refine and clarify its meaning. അതിന്റെ മീനിങ്ങിനെ റിഫൈനും ക്ലാരിഫൈയും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഈ എസ്സേയിലൂടെ റോജേഴ്സ് ബ്രൂബേക്കർ ചെയ്യുന്നത്. ബ്രൂബേക്കർ ഈ ഒരു എസ്സേയിലൂടെ ആർഗ്യൂ ചെയ്യുകയാണ് that the term diaspora has been too widely used as of now. വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടേം ആണ് ഡയസ്പോറ ആസ് ഓഫ് നൗ എന്നാണ് ബ്രൂബേക്കർ ഈ ഒരു എസ്സേയിലൂടെ ആർഗ്യൂ ചെയ്യുന്നത്. ഒറിജിനലി ഈ ഒരു ഡയസ്പോറ എന്നുള്ള ടേം റെഫർ ടു സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ്. ജൂയിഷ് ഡയസ്പോറ പോലുള്ള സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസിനെ റെഫർ ചെയ്യുന്ന ഒരു ടേം ആയിരുന്നു ഡയസ്പോറ ഒറിജിനലി. ബട്ട് നൗ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു മെനി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, സംടൈംസ് വിതൗട്ട് ക്ലിയർ ക്രൈറ്റീരിയ. ഒരു ക്ലിയർ ക്രൈറ്റീരിയ ഇല്ലാതെ, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അഡ്ഹെയർ ചെയ്യാതെ പല ഗ്രൂപ്പ്സിലും പല സിറ്റുവേഷൻസിലും ഈ ഡയസ്പോറ എന്നുള്ള ടേം ആസ് ഓഫ് നൗ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് without clear criteria. ഈ ഒരു ഓവർ യൂസ് risks weakening the meaning of the concept. ഡയസ്പോറ എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ മീനിങ്ങിന്റെ വീക്കനിങ്ങിനെ ഈ ഒരു ഓവർ യൂസ് ഓഫ് ദ ടേം ഡയസ്പോറ റിസ്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആ റിസ്ക് ഓഫ് വീക്കനിങ് ദ മീനിങ്. ഡയസ്പോറ എന്നുള്ള കൺസെപ്റ്റിന്റെ മീനിങ്ങിനെ വീക്കൻ ചെയ്യുക. Brubaker suggests that diaspora should be understood through three key elements. മൂന്ന് key elementsലൂടെയാണ് ഡയസ്പോറ എന്നുള്ള കൺസെപ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതെന്നാണ് ബ്രൂബേക്കർ സജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, ദ ഡിസ്പേർഷൻ, ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അക്രോസ് ഡിഫറെന്റ് റീജിയൻസ്. ആൾക്കാർ ഡിഫറെന്റ് റീജിയൻസിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, ഡിസ്പേർഷൻ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഫസ്റ്റ് കീ എലമെന്റ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ, ഓറിയന്റേഷൻ ടു എ ഹോംലാൻഡ്, ഒരു റിയൽ അല്ലെങ്കിൽ ഇമാജിനേറ്റഡ് കണക്ഷൻ പ്ലേസ് ഓഫ് ഒറിജിനുമായിട്ട്, അവനവൻ്റെ പ്ലേസ് ഓഫ് ഒറിജിൻ അല്ലെ അവനവൻ്റെ ഹോംലാൻഡുമായിട്ട് ഉണ്ടാകുന്ന ഒരു റിയൽ അല്ലെ ഇമാജിൻഡ് കണക്ഷൻ, ആ ഒരു ഓറിയന്റേഷൻ ആണ് സെക്കൻഡ് കീ എലമെന്റ് എന്ന് പറയുന്നത്. ദ തേർഡ്, ബൗണ്ടറി മെയിൻ്റനൻസ്, ദ പ്രിസർവേഷൻ ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഡിസ്റ്റിങ്ഷൻ ഫ്രം ഹോസ്റ്റ് സൊസൈറ്റി. നമ്മൾ ഏത് സൊസൈറ്റിയിലോട്ടാണോ ചെന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഐഡന്റിറ്റിയുടെ പ്രിസർവേഷൻ, അവിടുത്തെ ഐഡന്റിറ്റിയിൽ നിന്നും സ്വന്തം ഒറിജിനൽ ഐഡന്റിറ്റിയെ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു ബൗണ്ടറി മെയിൻ്റനൻസിനെയാണ് തേർഡ് എലമെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റിയെ എങ്ങോട്ടാണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഐഡന്റിറ്റിയായിട്ട് മിക്സ് ആവാതെ ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുക, ദാറ്റ് ഈസ് എ തേർഡ് എലമെന്റ്. ഈ കുറച്ച് ഫീച്ചേഴ്സ് ദേ ഹെൽപ്പ് ഡിഫൈൻ ഡയസ്പോറ മോർ ക്ലിയർലി. ഡയസ്പോറ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ മോർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ മൂന്ന് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ഡിസ്പേർഷൻ, സെക്കൻഡ്, ഓറിയന്റേഷൻ ടു എ ഹോംലാൻഡ്, ആൻഡ് തേർഡ്, ബൗണ്ടറി മെയിൻ്റനൻസ്. മൂന്ന് എലമെന്റ്സ് എന്ന് പറഞ്ഞ പോലെ മൂന്ന് വേസ് ടു അണ്ടർസ്റ്റാൻഡ് ഡയസ്പോറ. ഒരു കാറ്റഗറി ആയിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഒരു കാറ്റഗറിയാണ് ഡയസ്പോറയുടെ ത്രീ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ത്രീ വേസ്. ഒരു പ്രാക്ടീസ് ആണ്, ഇറ്റ് ഈസ് റെഫറിങ് ടു ഹൗ പീപ്പിൾ ആക്റ്റീവ്ലി മെയിൻറ്റെയിൻ കണക്ഷൻസ് ആൻഡ് ഐഡന്റിറ്റി. എങ്ങനെയാണ് ആൾക്കാരുടെ ഐഡന്റിറ്റിയും കണക്ഷൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആക്റ്റീവ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളൊരു റെഫറൻസും കൂടെ പറയുന്നുണ്ട്.
ഒരു ക്ലെയിം ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ബിക്കമിങ് എ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ അസർട്ടേഷൻ ഓഫ് ബിലോങ്ങിങ്, ഹോംലാൻഡ് ബിലോങ്ങിങ്, മൈഗ്രേഷൻ, ഈ കൺസെപ്റ്റിനെ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അല്ലെ കൾച്ചറൽ അസർട്ടേഷൻ, അതൊരു ക്ലെയിം ആണ്. This shows that diaspora is not just a condition but also something people do and express. Diaspora എന്നുള്ള വെറും ഒരു കണ്ടീഷൻ മാത്രമല്ല, it is something people do and express. People ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കണ്ടക്സ്റ്റും കൂടെയാണ് ഡയസ്പോറ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ മാത്രമല്ല, ഒരു കണ്ടക്സ്റ്റൽ സിറ്റുവേഷനും കൂടിയിട്ടാണ് that people do and express. To conclude, Brubaker encourages us to use the term diaspora more carefully. Diaspora എന്നുള്ള ടേമിനെ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ആണ് റോജേഴ്സ് ബ്രൂബേക്കർ ഈ ഒരു വർക്കിലൂടെ ഓഡിയൻസിന്, റീഡേഴ്സിന് തരുന്നത്. Why the concept is useful, its overuse can make it vague and less meaningful. ഓവർ യൂസ് ചെയ്യുന്നതിലൂടെ ഈ ഡയസ്പോറ എന്നുള്ള ടേമിന്റെ മീനിങ്ങിനെ വീക്കൻ ചെയ്യുന്നതിനും അത് വേഗ് ആകുന്നതിനും റിസൾട്ട് ചെയ്യുന്നുണ്ട് when it is overused. So we have to make sure that the term diaspora is used more carefully. Key features, ആദ്യം പറഞ്ഞ 3 key featuresൽ അല്ലെ കണ്ടക്സ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ we can better understand diaspora. How? As a specific and complex phenomenon. ഒരു ജനറൽ ലേബലിൽ അല്ലാതെ ഒരു കോംപ്ലക്സ് ആൻഡ് സ്പെസിഫിക് ഫിനോമിനൻ ആയിട്ട് ഡയസ്പോറ എന്നുള്ള കൺസെപ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ 3 കീ എലമെന്റ്സ്, നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത 3 കീ എലമെന്റ്സ് അല്ലെ കണ്ടക്സ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഒരു ജനറൽ ലേബൽ ഫോർ മൈഗ്രേഷൻ, എന്ത് ടൈപ്പ് മൈഗ്രേഷൻ ഒരു ജനറൽ ലേബൽ അല്ലാതെ ഒരു കോംപ്ലക്സ് ഫിനോമിനൻ ആയിട്ട്, സ്പെസിഫിക് കോംപ്ലക്സ് ഫിനോമിനൻ ആയിട്ട് ഡയസ്പോറയെ കാണണം. വി ഹാവ് ടു യൂസ് ഇറ്റ് മോർ കെയർഫുള്ളി.